ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറുതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്നുത്തരം പറഞ്ഞു. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേൽ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 98-ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജസ്ഥാനത്തേക്ക് താൻ ഉയർത്തപ്പെടുവാൻ പോകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് ശമൂവേൽ പ്രവാചകൻ അറിയിക്കുമ്പോൾ ശൗൽ പറയുന്ന വാക്കുകളാണ്. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശമൂവേൽ പറയുകയാണ്, എന്നാൽ ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ്വ പിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത്തിൻ്റെ ആഗ്രഹം നിന്റെ പിതൃഭവനത്തിന്മേലാണ്. നീ രാജസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി എന്ന് പറയുമ്പോൾ അവൻ പറയുന്ന കാര്യം, എൻ്റെ കുടുംബം ഞാൻ ഏതുമില്ലാത്തതാണ്. ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങൾ വെച്ച് ഏറ്റവും ചെറുതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്നുത്തരം പറഞ്ഞു. അവന് പോലും അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവം തന്നെ ഇസ്രായേലിന് രാജാവാക്കി വെക്കുന്നുവെന്നുള്ള വസ്തുത അങ്ങനെ ആക്കപ്പെടുവാൻ പോകുന്ന ശൗലിനു പോലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ഇവിടെയാണ് കൃപയുടെ അനുഗ്രഹീതമായ ചിത്രം കാണുവാൻ കഴിയുന്നത്. നാം നമ്മെ തന്നെ നോക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന വലിയ ചിന്ത ഇതാകണം. നമ്മളെ സംബന്ധിച്ച് എന്ത് പറയാനായിട്ടുണ്ട്? തിരികെ വരുമ്പോൾ ആ വാക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാൻ ഇസ്രായേൽ ഗോത്രത്തിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനാണ്. മറ്റനേക ഗോത്രങ്ങൾ ഇസ്രായേലിലുണ്ട്. അവർ ഞങ്ങളെക്കാൾ ബലമുള്ളവരാണ്, വലിപ്പമുള്ളവരാണ്, പലതരത്തിലുള്ളതായിരിക്കുന്ന അംഗസംഖ്യ ഞങ്ങളെക്കാൾ കൂടുതലുണ്ട്. എന്നാൽ ബെന്യാമീൻ ഗോത്രം ചെറിയ ഗോത്രമാണ്, ഏറ്റവും ചെറിയ ഗോത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. തന്നെയുമല്ല, ആ ഗോത്രത്തിൽ തന്നെ സകല കുടുംബങ്ങളിലും വെച്ച് തൻ്റെ കുടുംബം ഏറ്റവും ചെറുതുമാണ് എന്ന് ഇവിടെ അംഗീകരിക്കുന്ന കാര്യം കാണുവാൻ കഴിയുകയാണ്. വാസ്തവത്തിൽ ദൈവത്തിന് മറ്റാരും ഇല്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. ദൈവത്തിന് മറ്റനേകർ ഇല്ലാഞ്ഞിട്ടല്ല. ദൈവത്തിന് തിരുവള്ളമുണ്ടായത് ശൗലിനെ തിരഞ്ഞെടുപ്പാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ നാം ദൈവത്താൽ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിപ്പാൻ അനുവാദമില്ല. നമ്മുടെ പരിമിതികൾ, നമ്മുടെ കുറവുകൾ, നാം ആയിരുന്ന ആ പ്രത്യേകമായ സ്ഥിതികൾ, നമ്മെ വെട്ടിയെടുത്ത ഖനിഗർഭത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ കർത്താവേ, ഞാൻ ഏതുമില്ലാതിരിക്കെ അങ്ങ് എന്നെ തിരഞ്ഞെടുത്തുവല്ലോ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് കർത്താവ് ആഗ്രഹിക്കുക. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ദൈവം നമ്മെ എന്താക്കി തീർത്തുവെന്നുള്ളത്. നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായി തീർന്നു, രാജകീയ പുരോഹിതവർഗമായി തീർന്നു, വിശുദ്ധ വംശമായി തീർന്നു, സ്വന്ത ജനമായി തീർന്നു. അന്ധകാരത്തിൽ നിന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് ദൈവം നമ്മെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളായിരിക്കുന്ന പദവി അതാണ്. ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയായി,
രാജകീയ പുരോഹിതവർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി നാം മാറ്റപ്പെടുമ്പോൾ നാം വന്ന വഴി ഒരിക്കലും മറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം എവിടെ നിന്നാണ് വന്നത്? 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, മുമ്പേ ജനമല്ലാത്തവരായിരുന്നു, തന്നെയുമല്ല മുൻപേ കരുണ ലഭിക്കാത്തവരായിരുന്നു. അങ്ങനെയുള്ള നമ്മളാണ് ദൈവത്തിൻ്റെ ജനമായിട്ട് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചവരായി തീർന്നത്. ശൗലിൻ്റെ ഈ നല്ല ഗുണം നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടാകുവാനായിട്ട് കഴിഞ്ഞെങ്കിൽ എത്രയോ നന്നായിരുന്നു. നമ്മൾ അനേകരുടെ ജീവിതങ്ങളെ പഠിക്കുമ്പോൾ, ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നാം പലപ്പോഴും എന്തിലൊക്കെയോ അഹങ്കരിക്കുന്നവരും പലപ്പോഴും നാം എന്തൊക്കെയോ ആണ് എന്ന് തെറ്റായി ചിന്തിക്കുന്നവരുമാണ്. എന്നാൽ രാജസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ ശൗലിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വികാരമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, പിൽക്കാലഘട്ടങ്ങളിൽ ആ ചിന്താഗതിക്കൊക്കെ മാറ്റം വരികയും ദൈവത്തിന് കോപമുണ്ടാക്കത്തക്ക നിലയിൽ അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ദുഃഖകരമായ സത്യമായി നിലനിൽക്കുകയാണ്. അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവത്താൽ ഉയർത്തപ്പെട്ടവർ ജീവിതത്തിൻ്റെ ഒടുവോളം കർത്താവിനാൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് കൃപയാലാണ്, അവിടുത്തെ കരുണയാലാണെന്ന ബോധ്യത്തിൽ വേണം ജീവിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും ചെറുതായിരുന്നപ്പോൾ, നാം ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമ്മെ കണ്ട കണ്ണുകളാണ് നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകൾ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഒന്ന് താഴാനായിട്ടിടയായിത്തീരുമോ? ഒന്ന് ഹൃദയങ്ങളെ ദൈവം മുൻപാകെ നുറുക്കത്തോടുകൂടെ, കർത്താവെ, ഞാൻ അറിയാതെ ചിലത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണമേ കർത്താവേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറയാനായിട്ട് അങ്ങേക്ക് ദൈവം മുൻപാകെ സാധിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, അങ്ങ് ആരായിരുന്നാലും, അങ്ങ് എത്ര ചെറുതെന്ന് ചിന്തിക്കുന്നെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ദൈവത്തിന് നിങ്ങളെ സ്നേഹിപ്പാൻ മനസ്സുണ്ട്. അതുകൊണ്ടാണ് കാൽവറിയുടെ ക്രൂശിൽ സ്വന്തം പുത്രനെ തന്നുകൊണ്ട് ദൈവം നിങ്ങൾക്ക് രക്ഷാപദ്ധതി കാണിച്ചു തരുന്നത്. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് ജീവിതത്തിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു മരിച്ചത് അങ്ങയുടെ രക്ഷയ്ക്കാണെന്ന് വിശ്വസിക്കുകയും കർത്താവെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങയ്ക്ക് ഈ വലിയ സൗഭാഗ്യത്തിലേക്ക് വരാനായിട്ട് കഴിയും. ഇന്ന് ഈ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഈ നല്ല മനോഭാവം ശൗലിൽ ഉള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വത്തായി തീരട്ടെ. അതിന് സ്വർഗത്തിലെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.